റെഡിയായോ അമ്മേ? പിന്നെ ഞങ്ങൾ റെഡിയായി. രാവിലെ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും തന്നു, കുടിച്ചു, അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഞങ്ങൾ മുട്ടയും കൂടെ പൊരിച്ചാൽ ഞങ്ങൾ പൊതികെട്ട് പണി തീരും. ആണോ? ഇതന്നെ ഇന്ന് എന്തോ കലാപരിപാടികളാണല്ലോ നിങ്ങൾ. ഇലപ്പൊതിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇലപ്പൊതി കുറച്ച് ദിവസമായിട്ടേ പൊതിച്ചോറ് കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അപ്പൊ പൊതിച്ചോറ് കഴിക്കാനുള്ള ഞങ്ങളുടെ അത് മനസ്സിലായി. ഇപ്പൊ ഇന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകണം ഉച്ചക്ക്. കൊണ്ടുപോകണം. കൊച്ചേ ചോറും പൊതി കിട്ടുമ്പോ ഉപ്പിടണേ. എന്നതൊക്കെയാ കറി വെക്കുന്നേ? അച്ചാറ്, ചമ്മന്തി, മുട്ടയും. മുളക് വറുത്തുണ്ട് മുളക് വറുത്തുണ്ട് പോരെ. ധാരാളം. കുഞ്ഞ് കുറെ ദിവസമായി എനിക്ക് പൊതിച്ചോറാണോ എന്ന് പറയാൻ തുടങ്ങിട്ടെ. പിന്നെ ഇന്ന് മൊത്തം പൊതിച്ചോറ് റെഡിയാക്കിയേക്കാണോ? പൊതിച്ചോറ് റെഡിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെ കഴിക്കുന്നേ? അപ്പൊ പൊതിച്ചോറുമായിട്ട് പറമ്പിൽ പോയിരുന്നു കഴിക്കാമോ? എന്നും പറമ്പിലോട്ടല്ലേ? ഇനി ഞങ്ങളെ വേറെ എവിടെയായാലും കൊണ്ടുപോയാൽ മതി. ആണോ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കൊണ്ടുപോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ വരും. അവിടെ ഉച്ചയാകുമ്പോൾ വിശക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കും. അത്രേ ഉള്ളൂ. കുഞ്ഞെന്തേ കുളിക്കാൻ പോയോ? ആണോ? അപ്പൊ എന്നൊക്കെ ഇന്ന് സ്പെഷ്യല്? ഞാൻ കുളിച്ച് രാവിലെ അമ്പലത്തിൽ പോയി വന്നേച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ കൂടി. ആണോ? ഇതിനകത്ത് മുട്ടയും ചമ്മന്തി, നാരങ്ങാച്ചാറ്, പൊതിച്ചോറിന് ഏറ്റവും ടേസ്റ്റ് ഇതാ. അത്രയും മതി ചോറുണ്ടായി. അത് മതി. ഇത് നേരത്തെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ എടുക്കണം. ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതകത്തോട്ട് ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് ഈ ഇല വരുന്നത് അതിങ്ങനെ മടക്കി വെക്കണം. ഞാനിങ്ങനെയാണോ ഇല തന്നെ കിട്ടിയിട്ട് പേപ്പറിനകത്ത് ഇത് പൊതിഞ്ഞെടുക്കും. എന്നിട്ട് ഇതിങ്ങനെ. അപ്പൊ ഒരു പൊതിക്ക് കാര്യം റെഡിയാകും. എല്ലാവർക്കും കിട്ടുന്നവർ ഓരോന്നായിട്ട് പോയാൽ മതി. എല്ലാവർക്കും ഒരേ കറികളല്ലല്ലോ വേണ്ടത്. പോപ്പിക്ക് ചമ്മന്തി ഇച്ചിരി മതി. പിന്നെ അമ്മയുടെ ചോറിനകത്ത് ഉപ്പിടണ്ട. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ പേരെഴുതി വെച്ചില്ലെങ്കിൽ മാറിപ്പോ. ഒന്ന് മുറിച്ചാലും മതി. അച്ചട ചോറ. നിങ്ങൾക്കൊക്കെ ഉപ്പ് കൂടുതൽ. എന്റെ പേര് എഴുതണ്ട, എനിക്ക് പേരില്ല. അടുത്ത റെഡി ആയി. കുഞ്ഞിക്ക് ചെറിയല്ലേ വെക്കാം അല്ലേ? കുഞ്ഞിക്ക് ചെറിയ മതി. അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ. ഞാൻ അവരെന്നാ എടുക്കുന്നതെന്നും കൂടെ നോക്കട്ടെ കേട്ടോ. ഷാരൂഖ് ഖാൻ ആകണേ തലയും കൂടെ ഒന്ന് ഒതുക്കി വെക്കണം. കുളി കഴിഞ്ഞോ? മുട്ട മറിക്കുന്ന സാധനം എന്തി? നിനക്കുള്ള ചമ്മന്തി വേണമെങ്കിൽ നീ എടുത്തോളൂ. അതെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാ അത് അങ്ങനെ കുഞ്ഞിയുടെ പടം ഉണ്ടല്ലേ? ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ട് പോവാനാ? അച്ഛല്ലേ പറഞ്ഞ എവിടെ കൊണ്ടുപോകുന്നു? എവിടെ കൊണ്ടുപോവാ? എവിടെ പോവാന്ന് പറഞ്ഞു. അണ്ട അവര് പൊതിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അന്നിപ്പോ നമുക്ക് പറമ്പിൽ പോയിരുന്നു പൊതിച്ചോറ് തന്നെ. അതിനാണോ ഞാൻ ഇത്ര അതിനാണോ ഒരുങ്ങിയതോ? അത് കൊള്ളാം. അതുപോലെ എവിടെ പോണേ? നമുക്ക് കമ്പത്തിന് പോയിട്ട് തീരുമാനിക്കാം. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നോ? എങ്ങോട്ടാ പോകണ്ടേന്നോ? എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അല്ലേ? അതെ, നമ്മൾ കമ്പം ബൈപ്പാസിൽ എത്തി കേട്ടോ. എങ്ങോട്ട് പോണോന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് പറ. എന്ന് നമ്മൾ ആ സൈഡിലോട്ടല്ലേ പോകുന്നേ? ഇന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുമളി റൂട്ടിലോ? കുമളി റൂട്ടില് ഉപ്പിലിട്ട കടയുണ്ടോ പറയുന്നത്? അത് ഈ വഴിയാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വേണമെങ്കിൽ ഈ വഴി വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ചുരുളി വാട്ടർഫോൾ സ്റ്റോപ്പ് ആണെങ്കിൽ അവിടെ വേണേ പോയി കുഞ്ഞിക്കൊന്ന് കുളിക്കണോ? നോക്കാം. ആണോ? പോണോ? എന്നാ അങ്ങോട്ട് പോവാ അല്ലേ? എന്നാ അങ്ങോട്ട് പോയി നോക്കാം. ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുണ്ട്. എന്നാ കുഞ്ഞി ഏതാണ്ട് സാധനം പൊക്കി പിടിച്ചല്ലോ. ഞാൻ ഇന്നലെ അവിടുന്ന് കുറച്ച് ജാതിക്കായ ഉപ്പിലിട്ട് വെച്ചേക്കോ? അതൊക്കെ പീസാക്കി ഉപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എന്നാ പറഞ്ഞ അച്ചമ്മച്ചിക്ക് കൊടുക്ക്. ഉഷാറില്ലല്ലോ. കുഞ്ഞി ഉപ്പിലിട്ട കടയിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ കുഞ്ഞി ഉപ്പിലിട്ട ജാതിക്ക കൊണ്ടുവന്നേ? പോന്ന വഴി തിന്നെ. അതൊക്കെയാണ് അതിന്റെ ഒരു രസം അല്ലേ? അങ്ങോട്ട് തന്നെ പോയി നോക്കാം. എന്നാ പോയാലോ അങ്ങോട്ട്?
എല്ലാവരും ഓടി ഇതെങ്ങനെയുണ്ട് നോക്കിയേ, നല്ല സീനറി അല്ലേ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡും സീനറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതെന്നെ രസമാണ് കാണാൻ അല്ലേ. നമ്മുടെ അവിടെ എല്ലാം മലനിരകളല്ലേ, ആ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിരപ്പ് പ്രദേശമാണ് നിരപ്പ് കൂടുതൽ. സ്ഥലങ്ങളും കേരളത്തിന്റെ അതിർത്തി മുഴുവൻ മലനിരകളാണ് കാണുന്നത്, പക്ഷെ ബാക്കി ഭാഗങ്ങളെല്ലാം നിരപ്പ് സ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിൽ വന്നാലും ചുറ്റിനും മലയല്ലേ കാണുന്നത്. അതെ, അതെല്ലാം കേരളത്തിന്റെ ബോർഡർ പ്രദേശങ്ങളാണ്. ഒരു 80 കിലോമീറ്റർ ഒക്കെ സ്പീഡിൽ ഓടിക്കണമെങ്കിൽ ഇവിടെ എങ്ങനെ ഇറങ്ങി വന്നാലേ നടക്കത്തുള്ളൂ. നമ്മുടെ അവിടെയൊക്കെ ഒരു 30-40 എന്നൊക്കെ ആകുമ്പോൾ അടുത്ത വണ്ടിയും വരും, അടുത്ത വളവും ആവും. ഇവിടെ വളവില്ലല്ലോ. വളവ് കുറവാണ്. കണ്ടോ, ഒത്തിരി കാളകള് കണ്ടോ, കണ്ടോ വഴി സൈഡിൽ കണ്ടോ, കാള ഫാമാ. ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷെ പുല്ലുണ്ട് കേട്ടോ അതിനകത്ത് നല്ലപോലെ. ആ, നല്ല അടിപൊളി, നല്ല രസമാണ് കാണാൻ. നമ്മളെ കമ്പംകുമളി റൂട്ടിലുള്ള മുന്തിരിത്തോട്ടത്തിന്റെ അടുത്താണ് കേട്ടോ. മുന്തിരി എല്ലാ പ്രാവശ്യം വരുമ്പോൾ കയറുന്നല്ലേ, ഇന്ന് മുന്തിരി കാരണോ? തിരിച്ചു വരുമ്പോ കേറാല്ലേ. തിരിച്ചു വരുമ്പോഴോ? ആ, നോക്കാം. തിരിച്ചു വരുമ്പോ സമയം എല്ലാം പഴുത്ത് കാണുമായിരിക്കും. അന്ന് നമ്മള് വന്നപ്പോ എല്ലാം ചെറിയ കായായിട്ടുള്ളായിരുന്നു. അതല്ല, ഇപ്പൊ പഴുത്തെല്ലാം വെട്ടിപ്പോയി കാണും. ഇല്ല, ഒന്നും വെട്ടിയിട്ടില്ല. ഇന്ന് തിരക്ക് കുറവാ അല്ലേ? വലിയ തിരക്കില്ല. വലിയ തിരക്കില്ല, അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഫുൾ ആള് കാണണ്ട. എന്തോ ചോലൊക്കെ ഇരിക്കും. ചെന്തെങ്ങിന്റെ കരിക്കൊക്കെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, എങ്ങനുണ്ട്? നല്ല അടിപൊളി ബന്ദിത്തോട്ടം അല്ലേ? ചീര പോലത്തെ ചെടി, മറ്റേ വെൽവെറ്റ് ചെടിയല്ലേ അത്. നല്ല രസമുണ്ട് കേട്ടോ. പണിക്കാരൊക്കെ ഇരിപ്പുണ്ടേ. നല്ല രസം. ചീരച്ചെടിയുണ്ട് കണ്ടോ, വെൽവെറ്റിന്റെ. അതെ അതെ അതെ. ആ സൈഡിൽ നിറയെ ബന്ദിയ. അങ്ങോട്ട് വീണ്ടും കൃഷിക്കുള്ള ഒരു എല്ലായിടത്തും കൃഷിയാ. വാഴ, തെങ്ങ്, പൂവ്, എല്ലാ സാധനവും ഉണ്ട്. അവർക്കെന്നും പൂവ് വേണം. പൂ വേണോടാ എന്നും. നല്ല രസമല്ലേ കാണാൻ. അതിന്റെ വിത്തൊക്കെ പറിച്ച് ഉണങ്ങാനിട്ടിട്ടുണ്ട്. അതിന്റെ അരി തരുമോന്ന് ചോദിച്ചാലോ? അരിയോ? ചീരയുടെ ഓടിക്കോ. ചോദിച്ചാൽ തരും. ഒരു വിൽപ്പനക്കുള്ള പിന്നെ ഉണങ്ങി എടുക്കുന്നുണ്ടടാ. അരി ഉണങ്ങി എടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. കുറച്ച് ദിവസമായിട്ട് വെയിലൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോ നല്ല വെയിലും ചൂടും ഒക്കെ ആയില്ലേ. എന്നാ ചൂടല്ലേ? ആ, അത് വേണ്ട, എനിക്ക് ചൂടാ നല്ലത്. കൈക്കെല്ലാം ഭയങ്കര, കൈക്കും കാലിനും ഒക്കെ നല്ല മരപ്പായിരുന്നു. ഇപ്പൊ ചൂടായില്ലേ? ആ, അതാണ് കണ്ടോ. വെയിലടിച്ചിട്ടേ നേരെ ഇങ്ങനെ നോക്കത്തില്ല കണ്ണിലോട്ട്. ആ, അതാണ്. ഇവിടെ ഉള്ളു കേട്ടോ വെയില്. നാട്ടിലൊന്നും വെയിലില്ല. അല്ല, എല്ലാ മലയിൽ കൂടെയും വെള്ളച്ചാട്ടം കാണാം കണ്ടോ. അത് കണ്ടോ, ഒരു വെള്ളച്ചാട്ടം കണ്ടോ. ആ വെള്ളച്ചാട്ടമാണ് നമ്മള് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയില്ലായിരുന്നോ ചെല്ലാർകോവില്, അരുവിക്കുഴി. ആ, അത് തന്നെ. അന്ന് നമ്മള് പോയി കണ്ടില്ലേ ആ വെള്ളച്ചാട്ടം. അന്ന് നമുക്ക് മണ്ടവശമല്ലേ കാണാൻ പറ്റുള്ളൂ. ആ, ഇന്ന് ഇതിന്റെ അടിവശം കണ്ടില്ലേ? ഇന്ന് അടിവശം കാണാൻ പറ്റി. ഇവിടെ വന്നാ മണ്ടവശം കാണത്തൂല. അവിടെ വരെ കാണത്തുള്ളൂ. അതെങ്ങനെയുണ്ട്? നല്ല രസല്ലേ താഴേക്ക് വീഴുന്ന കാണാൻ. എന്നാ ഹൈറ്റിൽ നിന്നാ വീഴുന്നത്. അതെ, പക്ഷെ അത്രയും പ്രദേശം കണ്ടോ, പാറയാ അതിന്റെ രണ്ട് സൈഡും കണ്ടോ. അതെ, ഇവിടെ നോക്കി എങ്ങനെ അനങ്ങുന്നുണ്ടെന്ന് അറിയത്തില്ല. ഈ സ്റ്റേറ്റ് തമിഴ്നാടും കേരളമായിട്ട് സ്റ്റേറ്റ് തിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയല്ലേ, മലകള് മലകളോട് ചുറ്റപ്പെട്ടല്ലേ കിടക്കുന്നത്. അതിർത്തി മലകൾ മുഴുവൻ കേരളത്തിന്റെ ബൗണ്ടറി മലകളാണ്. ആ വെള്ളം കണ്ടോ, എന്നാ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ടോ. നമ്മൾ അവിടെ ചെന്ന് നിന്നപ്പോ അത്രയും ഇതുണ്ടെന്ന് തോന്നുമല്ലോ, കാണത്തില്ലല്ലോ. കാണത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ഇപ്പൊ കണ്ടോ, ഇപ്പൊ അത് നല്ല താഴോട്ടുള്ളത് കാണാം, കേരളത്തിൽ ചെന്നാ മേളിലുള്ളത് കാണാം. എന്നാലും ഇതിന് ചുറ്റും ഇങ്ങനെ മല കൊണ്ട് വേലി കെട്ടിയേക്കുക. ഇപ്പൊ കണ്ടില്ലേ 4 വശം മല. കുഞ്ഞിക്ക് ധൃതിയായി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. ഇങ്ങനെ പരന്ന് കിടക്കുന്നോണ്ടാ ഈ വെള്ളം. അതുകൊണ്ടോ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നതിന്റെ അപ്പുറത്തെ സൈഡ് കണ്ടോ, നല്ല വാഴത്തോട്ടം ഉണ്ട്. അപ്പുറത്ത് തെങ്ങും തോട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റായിരുന്നു തോന്നുന്നേ. എല്ലാ ഇലയെല്ലാം കീറിയിട്ടുണ്ടല്ലോ വാഴയുടെ. മാങ്ങയുടെ നല്ല സീസണാ കേട്ടോ. ഇഷ്ടംപോലെ ചെറിയ കടകളുണ്ട്. മാങ്ങ പഴം ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നമുക്ക് അപ്പുറത്തെ കടയിൽ ചെല്ലുമ്പോ അവിടെ കാണാം, അവിടുന്ന് വാങ്ങിക്കാം അല്ലേ. അതാണ് നമ്മളെ ചെല്ലാർകോവിലിന്റെ മേളിൽ നിൽക്കുമ്പോഴേ ആ വെള്ളച്ചാട്ടത്തിന് അവിടെ നിൽക്കുമ്പോ ഇങ്ങോട്ട് താഴോട്ട് കാണുന്ന ആ ബിൽഡിങ്ങുകളില്ലേ, അതാ ഇത്. കണ്ടോ, ഇത് ഫ്ലാറ്റ് ആയിട്ട് പണിതേക്കുന്ന ആ കണ്ടോ, ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ അല്ലേ ഇങ്ങോട്ട് വെള്ളം വീഴുന്നുണ്ടോ. കണ്ടോ, എന്നാ ഹൈറ്റിൽ നിന്നാ വീഴുന്നല്ലേ. അല്ല, അത്രയും എന്തേലും ഏരിയ വനവും നോക്കിയേ. വെള്ളം വന്ന് കൂടുതലായിട്ട് വന്ന് കെട്ടുന്നതായിരിക്കാം കാണുന്നുണ്ടോ. അതെ, അതെല്ലാം വെള്ളം താഴേക്ക് വന്ന് വീഴുന്ന സ്ഥലങ്ങളാണ്. മാവ്
ചേട്ടന്റെ വീട്. ഫാമല്ലേ? മഴയായതുകൊണ്ട് കരിക്ക് വെട്ടിയില്ലല്ലേ? നമ്മുടെ ഫാമിലിയെല്ലാം വരും. ആ ആ ആ കരിക്കെല്ലാം വെട്ടി എല്ലാം അത് നല്ല രസമല്ലേ? അത് ശാന്തസുന്ദരമായ അന്തരീക്ഷം. അതെ അതെ അതെ, നല്ല കാണാനും അതുപോലെ തന്നെ വേറെ ശല്യങ്ങളൊന്നുമില്ല. നല്ല തെങ്ങും തോട്ടം, മാവ് ഏതാ പറഞ്ഞ ഇമാമസ് അല്ലേ? വന്നാൽ ഞങ്ങളൊന്ന് കയറി കണ്ട് കറങ്ങിയിട്ട് വരാം. വെള്ളച്ചാട്ടോ? ഈ മാവൻ തോട്ടത്തിലെ മാങ്ങ ഏതാണ്ടൊക്കെ എല്ലാം പറിച്ച് തീർന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. ചേട്ടൻ പറഞ്ഞല്ലേ എല്ലാം കയറി കണ്ടോളാനാ പറഞ്ഞത്. എന്തേലും അകലത്തിലാന്ന് നോക്കി മാവ് വെച്ചേക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ മാവാന്നാ പറഞ്ഞത്. 150 എണ്ണം എന്ന് പറഞ്ഞാൽ ഇമാമസ് എന്നും പറഞ്ഞൊരു ഐറ്റം ആണെന്നാ പറഞ്ഞത്. ഇത് നല്ല മാങ്ങയാന്നാ പറഞ്ഞത്. എത്ര സൈസ് മാവാ? ആ അതെ, പുള്ളിയാണ് ഈരാറ്റുപേട്ടയിൽ ഇവിടെ വന്നിട്ട് ഒരു 4 ഏക്കറായി ഈ മാവും തോട്ടവും തെങ്ങും തോട്ടവും എല്ലാം കൂടെ. ഇത് മൊത്തത്തിലെടുത്തിട്ട് ഇത് മുഴുവൻ അവർ പാട്ടത്തിനെടുത്തേക്കുക. പാട്ടത്തിനെടുത്തിട്ട് പുള്ളി പറയുന്നത് നാട്ടിലേക്കായാലും സുഖം ഇവിടെ, അതുകൊണ്ട് ഇവിടെ തന്നെ കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ ജീവിക്കാനാന്നാ പറഞ്ഞത്. പോരാ, പിന്നെ നല്ല സുഖമല്ലേ? ഇവിടെ ആണെങ്കിൽ നാട്ടിലാണെങ്കിൽ ഇപ്പം നമ്മളെ മേളിലാണെങ്കിലേ ഇപ്പം നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കുമല്ലായിരുന്നു. മഴയും മഞ്ഞും ഇവിടെ കണ്ടോ? അല്ല, എന്നാലും നമുക്ക് തണലൊക്കെ ഉണ്ടല്ലോ, വലിയ കുഴപ്പമില്ല. എന്തുവാ ഈ മാങ്ങയുടെ വെയിറ്റ് കൊണ്ട് എകരം എല്ലാം ചാഞ്ഞ് നിലത്ത് പൊട്ടി കിടക്കുന്നത്. മാങ്ങയ്ക്ക് ഭയങ്കര കനമല്ലേ? ഇഷ്ടം പോലെ വെറുതെ അല്ലേ ഈ വഴി സൈഡിൽ കൂടെ ഫുൾ ഇങ്ങനെ മാങ്ങാപ്പഴം വെച്ചോണ്ടിരിക്കുന്നത്. കൊലയായിട്ടല്ലേ? അതെ, ഇഷ്ടം പോലെ ഉണ്ട്. അതിലുണ്ട്, അതുകൊണ്ടോ? എന്തുവാ ഇത് കുഞ്ഞി? ഒരേക്കർ എടുത്താലോ കുഞ്ഞി? നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെറുതെ അല്ല പുള്ളി പറഞ്ഞു ഇവിടെ ആണ് ഇഷ്ടം പോലെ ആദായമുണ്ട്, നല്ല സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. കറണ്ട് ബില്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞ രസമാണ്. പുള്ളിക്ക് ഒരു മാസം AC അതിന്റെ എല്ലാം പരിപാടിയെല്ലാം പുള്ളിക്ക് 20 രൂപ 15 രൂപയൊക്കെ ബില്ല് വരുന്നത്. പിന്നെ അത് കൂടാതെ കൃഷിക്കുള്ളതെല്ലാം ഫ്രീ ആന്ന് പറഞ്ഞു. കൃഷിക്കും വ്യവസായത്തിനുള്ള എല്ലാ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന എല്ലാം ഫ്രീ ആന്ന്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന് മേളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടോ? മഴ ചാറുന്നതല്ല, ഈ തെങ്ങേന്ന് വെള്ളം വീഴുന്നേ. അല്ല, നിങ്ങൾ അപ്പുറം മാറി അവിടെ ഉണ്ടോ? ഇല്ലെന്നേ. പിന്നെ ഇതുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സൈസേ ഒരു മുത്തൂനെ പോലത്തെ ഒരു പട്ടിയൊക്കെ ഉണ്ടോ? ഈ ഫാമിന്റെ കാവൽക്കാരൻ അവനാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? അതെ, മുത്തുവാണോടാ കുഞ്ഞേ. അതുകൊണ്ടോ ഒരു പോത്തുംകൂട്ടം കിടക്കുന്നുണ്ടോ? വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ? കണ്ടോ? അവന് ചൂടത്ത് നിന്നിട്ടേ ചൂട് സഹിക്കാൻ വയ്യ, അതിന്റെ വെള്ളത്തിൽ വന്ന് കിടക്കുക. ഈ ഐഡിയ കൊള്ളാം കേട്ടോ. എന്നാന്നോ, തെങ്ങിന്റെ തടവാ, തെങ്ങിന്റെ തടത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ടേക്ക. അപ്പൊ പോത്തിനുള്ളത് ഭാഗം തെങ്ങിനുള്ളത് ഭാഗം. അതെ, ഇത് കണ്ടില്ലേ? നല്ല തെങ്ങിന്റെ എല്ലാം മെയിൻ ഇവിടുത്തെ ആദായം എന്ന് പറഞ്ഞാൽ കരിക്ക. ഇതൊന്നും തേങ്ങയാക്കുകയില്ല, എല്ലാം കരിക്കാകുമ്പോഴേ വെട്ടി വിൽക്കുക. ആകുമ്പോൾ കരിക്കിന് 50 രൂപ വിലയില്ലേ? 50 രൂപ വില കരിക്കിനുമുണ്ട്. സുഖമായിട്ട് കരിക്ക് വിൽക്കുകയും ചെയ്യാം. അതെ, കൃഷിക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമുണ്ട്. അതെ, നമ്മുടെ വണ്ടി പോലത്തെ ഒരു ക്വാളിസാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആണോ? അപ്പോൾ നമുക്ക് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയാലോ? ഒരു തെങ്ങും തോട്ടം, ഒരു മാവും തോട്ടം, ഒരു ഫാം ഹൗസ്. എങ്ങനെ? എന്നോടാണ് ചോദ്യം. അല്ല, ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ലടാ, ഇവര് സമ്മതിക്കില്ല. ഇപ്പോഴൊന്നും കുഴപ്പമില്ല, പക്ഷെ ചൂട് സമയമാകുമ്പോൾ നമുക്ക് പറ്റത്തില്ല. നമുക്കെന്നാ കടയിലും കൂടെ ഒന്ന് കയറിയാലോ? ഇനി ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്തോ കേട്ടോ. ഉപ്പിലിട്ട വേണോ? കൺഫ്യൂഷൻ ആയിപ്പോയി എന്നത് എടുക്കണ്ടെന്നുള്ളത്. നോക്കി അങ്ങോട്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്. എന്തെല്ലാം സാധനങ്ങളാണ് നോക്കിയേ. ഇത് നമ്മള് കമ്പം കുമളി റൂട്ടിലാണ് കേട്ടോ. കമ്പം കുമളി റൂട്ടിൽ ഗൂഡല്ലൂർ അടുത്താണ് ഈ കട. നല്ല ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് ഉപ്പിലിട്ട് ഇരിക്കുന്നത്. ഏതെടുക്കണമെന്ന് അറിയത്തില്ല, അതുപോലെ കരിക്ക് എല്ലാവർക്കും ഓരോന്ന് എടുത്തോ. ആണോ? വെട്ടിയോ? വീട്ടിലോട്ടോ. കരിക്കൊരെണ്ണം പിടിക്കുക ആദ്യം. കരിക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപ്പിലിട്ട സാധനമൊക്കെ വേണമെങ്കിൽ നോക്കി എടുത്തോണം കേട്ടോ. അടിപൊളി സാധനങ്ങളുണ്ട്. വലിയ മാങ്ങാക്കി ഇരിപ്പുണ്ട്, അതൊക്കെ എടുക്കാം. നമ്മേ കരിക്ക് എങ്ങനെ നോക്കി.
വെള്ളം കുറവാണ്, പക്ഷേ കഴിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞ് ആട്ടുംകുട്ടി വന്നിട്ടുണ്ട്, അതിനെ പോപ്പി അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞ് എങ്ങനെയുണ്ട്? കഴിക്കുക. കുഞ്ഞ് ഉപ്പിലിട്ടൊക്കെ വേണോ? ഉപ്പിലിട്ട ഐറ്റംസ് വേണോ? എന്നാൽ വേണ്ടതൊക്കെ പൊക്കിക്കോ. വാ, ആവശ്യത്തിനുള്ള സാധനം എടുത്തു. കുഞ്ഞ് എങ്ങനെയുണ്ട്? കുഞ്ഞ് ഈ മാങ്ങ നല്ല മധുരമല്ലേ? നല്ല മധുരമാണ്. എങ്ങനെയുണ്ടമ്മേ മാങ്ങ? എങ്ങനെയുണ്ട്? ആ, നല്ല മധുരമല്ലേ? ഇതാ സ്പെഷ്യൽ മാങ്ങ എന്നാണ് പറഞ്ഞത്. എന്നാ ഇമാം പസന്ത് അങ്ങനെ എന്തോ പറഞ്ഞു. നല്ല സൂപ്പർ മധുരമല്ലേ? നല്ല മധുരം അല്ലേ? തൊലിക്ക് കഴിപ്പാന്നാ പറഞ്ഞേ. തൊലി കഴിക്കണ്ട, ഞാൻ തൊലി കഴിക്കാന്ന് ഓർത്താ കഴിക്കാൻ പാടാണ്. എന്നാലും സൂപ്പർ ടേസ്റ്റ് അല്ലേ? അടിപൊളിയാ. ചേട്ടൻ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നാ കേട്ടോ. നിനക്ക് എന്നാ വേണ്ടേ? കല്ലുമിഠായിയോ? അതെടുത്തോ. ഇതേ ഈ കല്ലുമിഠായി തന്നെ ഓർണം. അതല്ല, ആ അതെ. അവിടെ തണലുണ്ട്. പിന്നെ വേറെ എന്നാ കുഞ്ഞി? എന്നൊക്കെ വേണ്ടെന്ന് നോക്കി. നീ ഏതാ പറഞ്ഞ? ഓലോലിക്കയോ? എടുത്തോ. ഓ, അച്ചമ്മച്ചി ഉണ്ടോ? അച്ചമ്മച്ചി ആ മാങ്ങായെന്ന് വിടാതെ അവിടെ നിന്ന് കഴിക്കുക. നല്ല മധുരം അതിന്. അതാ പറഞ്ഞേ. ഓലോലിക്ക ഇത്ര മതിയോ? ഇത് മതിയോ? അതന്നെ, ഇവിടെ ഇഷ്ടം പോലെ സാധനം ഇരിപ്പുണ്ട്. നിങ്ങൾ ആവശ്യമുള്ള സാധനം എടുക്കുന്നേ. രസമല്ലേ ഇതല്ലേ? എന്തേറെ സാധനം, ഇഷ്ടം പോലെ സാധനമുണ്ട്. ആവശ്യത്തിന് മിച്ചം. എടുത്തോ. എന്നാക്കാ വേണ്ടതെന്ന് നോക്കി കഴിഞ്ഞിട്ട്. ഉപ്പിലിട്ട ഐറ്റംസാണ് മൊത്തം ഇരിക്കുന്നത്. ഉപ്പിലിട്ടുണ്ട്, മുട്ടായി ഉണ്ട്, മാങ്ങ 2 കിലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പം കഴിച്ചാക്കൂട്ട് മാങ്ങയല്ലേ? ആ, അമ്പഴങ്ങ ഉണ്ട്. അമ്പഴങ്ങ അത് അമ്പഴങ്ങയാണോ? അത് അമ്പഴങ്ങയാ. മാമ്പഴങ്ങ ഒരു ഒരെണ്ണം എടുത്തു. ഏതാ? ആ, കിവിയോ? ഇത് കണ്ടോ? ഇത് കുരുമുളകേ ഇങ്ങനെ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് ആ, കുരുമുളക്. ആ, അത് ആ അടത്താതല്ലേ? ഇട്ടേക്കുന്നത്. അത് കൊള്ളാലോ. വേണോ? അമ്പഴങ്ങയാ? ഇത് അമ്പഴങ്ങയാണോ? അതെ, ആ, അമ്പഴങ്ങ. അത് അമ്പഴങ്ങ ഒരെണ്ണം എടുത്തു. നാരില്ല, കുരുവില്ല. കുരുവില്ലാത്ത അല്ലേ? ആ, അത് കരുനാഗപ്പള്ളിന്ന് കൊണ്ടുവന്നാണ്. ആ, അത് ശരിയാ. മാങ്ങ, ഈ നെല്ലിക്ക എല്ലാം നമ്മുടെ അവിടെ നിന്ന് വരില്ല. ഇത് ജാതിക്ക കുമളിയിൽ വരും. അരിനെല്ലിക്ക നമ്മുടെ അവിടെ അപൂർവ കുറവാണ്. ആ, അതെ അതെ. അവിടെ ഞാൻ വെച്ചു പിടിപ്പിച്ചിരിക്കുക. അതിൻ്റെ അത് നടക്കില്ല. ഇതില് എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടോ? ഇത് വാഴപ്പിണ്ടി ഉപ്പിലിട്ടതാ. ചുമലപ്പൂവന്റെ ആണോ ഇത്? ഈ വാഴപ്പിണ്ടി ഉപ്പിലിട്ടെ? നല്ല ടേസ്റ്റാണ്. നല്ല സാധനം അല്ലേ? അതാണ് ഒരെണ്ണം എടുത്തോ. അല്ല, ഇതൊക്കെ ഉപ്പിലിടാൻ നമുക്കറിയത്തില്ല. അതൊരെണ്ണം എടുത്തോളാം. എന്നാ കാന്താരിയുടെ ഒരെണ്ണം ഒന്ന് എടുത്തു നോക്കി. കാന്താരിയുടെ കുടിക്കോ? അല്ല, നോക്കട്ടെ, പിടിച്ചാ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് കണ്ടോടാ, നാരങ്ങ മൊത്തത്തോടെ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന സർബത്ത് കുടിച്ചു നോക്കാം. സർബത്ത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങ് തുറന്നപ്പോ തന്നെ അതിന്റെ ആ ഒരു ആ അല്ല, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെലവുള്ളതാണ്. അതൊരെണ്ണം എടുത്തോളെ. അതൊരെണ്ണം എടുത്തോളേ. സർബത്ത് എടുക്കണം. സർബത്ത് വേണോ? വേണ്ട, കുടിച്ചു നോക്ക്. കാന്താരിന്ന് കേട്ടിട്ട് പേടിയൊന്നുമില്ല.
അന്നാലും നല്ല സാധനമല്ലേ. അതെ കുഞ്ഞിക്കോളാ എന്നാ ഇത് പിടിച്ചോ. ഇട്ട ഉടനെ കുടിച്ചോണം. ഇട്ടാ ഉടനെ കുടിച്ചോളാം അങ്ങനെ. അപ്പൊ ഇത് ചാടിപ്പോവും. അതാ പോക്കോട്ടെ. ഞാൻ ഒഴിക്കരുത്. ഗ്ലാസ്സോടെ ഇട്. ഗ്ലാസ്സോട് കൂടി ഇട് കേട്ടോ. മൊത്തത്തിൽ ഇടണം. അങ്ങനെ ഇടാ ചേച്ചി ഇട്ട് വിട്ടോ. ആ കുടി കുടിച്ചോ കുടിച്ചോ. ഇട്ടരുത്. നീ കുറച്ച് കുടിച്ചാൽ മതി. കൊള്ളാം കേട്ടോ. അടിപൊളി സാധനം. കുടിയുമ്പോ വിറയ്ക്കാതെ കണ്ണിലോട്ട് എരിവ് കയറും. ഇങ്ങനെയൊന്നും പേടിക്കണം. അത്ര എരിവ് 5 മിനിറ്റ് എരിവ് നിൽക്കുള്ളൂ. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടോ ഇനി സൂപ്പറല്ലേ? ശരിയാ. ഗ്ലാസ് പോയി. ഉണ്ട് അതിനകത്ത്. ഞാൻ കുടിച്ചോളാം. ആഹാ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കുടിച്ചോളാം. നല്ല സുഖം. അടിയിൽ നല്ല എരിവാ. അടിയിൽ എരിവ് കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പൊ ഭയങ്കര കുഴപ്പമില്ല. അടിയിൽ അത് ആദ്യം ഇട്ടതേ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അറിയാൻ ഞാനിത് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ടാ പറ്റിയത്. ഇട്ട് കഴിയുമ്പോ പതഞ്ഞ് പോകും. അപ്പൊ കുടിക്കണം. 1-2 പ്രാവശ്യം ആയി കഴിയുമ്പോഴാ സെറ്റാവും. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ വരുവേ. ഈ വെയിലല്ലാത്തോണ്ടോ അല്ലേ ഭയങ്കര തിരക്കല്ലേ രണ്ടുപേരും നടക്കില്ല. അപ്പൊ നമുക്കൊരു വെളുത്തുള്ളിയുടെ ഒരെണ്ണം വേണേ. ആ അല്ല അതൊരെണ്ണം വേണം. ഒരെണ്ണം എടുത്തു. ഇത് പിടിച്ചു. എന്നതിനാന്നറിയാവോ? ചെറുത് മതിയോ? ചെറുതല്ല, ഈ സാധനം എന്നതിനാന്നറിയാവോ? ഇതൊരു പൈനാപ്പിൾ പച്ചടി വെക്കാനായിട്ടാണ്. ചെറുതുണ്ടോ? ചെറുതല്ല, അത് എടുത്തു. അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഒത്തിരി വലുത് വേണ്ട പച്ചടിക്ക്, അതുകൊണ്ടാ. അല്ല ഇത് വേണം, ആവശ്യം വരും. ഉപ്പിലിടാനായിരിക്കും. ആ എന്താണേലും നമ്മൾ ഇതിലെ കുറെ പ്രാവശ്യം പോയിട്ടെ ഇപ്പോഴേ കളർഫുൾ ആയിട്ടുള്ള കട കാണുന്നത് അല്ലേ? ഒരു പച്ചക്ക് ഒരെണ്ണം നല്ല രസം. കളർ ഇങ്ങനെ പല പല കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴേ കാണാൻ നല്ല രസമാണ്. കുമളി കമ്പം റൂട്ടിലെ തമ്മനംപെട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതുണ്ടോ ചക്കയും കൊണ്ട് പോകുന്നതുണ്ടോ? ചക്കയുടെ പുറത്ത് അവരെ പൂക്കും കയറിയിരിക്കുന്നത്. അത് കണ്ടോ, മറ്റേ ചെറിയ വണ്ടിയില്ലേ, അതാ സാധനം. കണ്ടോ ഇതുണ്ടോ ചക്കയുടെ മേളിൽ ചക്കയുടെ മേളിൽ. അതിന്റെ ചുറ്റിനും വേറെ മലയും. ഈ സ്ഥലമാണ് കേട്ടോ, വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കുമളിയിൽ നിന്ന് നമ്മള് അമ്പത്തിന് വരുന്ന വഴിക്കുള്ള സ്ഥലമാണ് വെട്ടുകാട്. പച്ചമുളക് തോട്ടം. പച്ചമുളകാണോ? പച്ചമുളക് തോട്ടമൊക്കെ പച്ചമുളക് തോട്ടം. നിന്ന് കാണുന്നത്. കണ്ടോ, ഇതാ കേട്ടോ പെരിയാർ പവർ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെയാണ് നമ്മള് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ഇവിടുന്ന് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കംപ്ലീറ്റ് കൃഷിക്കെല്ലാം ഉപയോഗിക്കും. ഈ പാലത്തെ നിന്ന് കഴിഞ്ഞാൽ കാണാം നമുക്ക് വെള്ളം, മുല്ലപ്പെരിയാറ്റിലെ വെള്ളം എല്ലാം. മുല്ലപ്പെരിയാറ്റിലെ വെള്ളം വരുന്നത് അല്ലേ? ആ ഇത് കണ്ടോ, ഈ കാണുന്ന എല്ലാം മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. കണ്ടോ മുല്ലപ്പെരിയാറ്റിലെ വെള്ളം. ആ കാണുന്ന അവിടെയാ പവർ സ്റ്റേഷൻ. ആ പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ബാലൻസ് ഒഴി വരുന്ന വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെയാണ് ഇതിന്റെ മെയിൻ ഷട്ടർ. അത് കണ്ടോ? കുളിക്കാനോ? ഇത് ഭയങ്കര താഴ്ച ഉണ്ട്. ആ ഈ വെള്ളമാണ് ബാക്കി ഇവിടുത്തെ ഉള്ള തെങ്ങ്, വാഴ എന്ന് വേണ്ട സകല പച്ചക്കറിയും കൃഷികൾക്കെല്ലാം ഈ വെള്ളം ഉപയോഗിക്കുന്നത്. എല്ലാം കണ്ടില്ല. എല്ലാം ഇപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു ഓസുകൾ വെച്ച് എല്ലാ കൃഷിയും മൊത്തം ഫുള്ള് നല്ല രീതിയിൽ അവർ ചെയ്യുന്നത്. വെള്ളം കാണുമല്ലേ? ഇത് കണ്ടോ, മറ്റേ വെള്ളച്ചാട്ടം ഇല്ലേ, ചെല്ലാർകോവില്ലേ, അതാ വെള്ളച്ചാട്ടം ആ കാണുന്നത്. കണ്ടോ അവിടെ എല്ലാം മഴയാ. കണ്ടോ അപ്പൊ അതെല്ലാം മഴ പെയ്യുന്നുണ്ട്. കണ്ടോ അവിടെയൊക്കെ നല്ല മഴയാ. കമ്പംമേട്ട് ആ സൈഡൊക്കെ കണ്ടോ, അവിടെ എല്ലാം മഴയാ. നമുക്ക് മഴയായിരിക്കും. നമുക്ക് മഴയാ. ഇവിടെ പക്ഷേ ചെറുതായിട്ട് ചാറ്റമഴയല്ലേ വരുന്നുള്ളൂ. ഇവിടെ ചെറിയ ചാറ്റമഴ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ എവിടെയെങ്കിലും തോട്ടത്തിൽ പോയിരുന്ന് കഴിച്ചിട്ട് പോയാലോ? കുഞ്ഞി നമുക്ക് മറ്റേ പൊതിച്ചോറ് കഴിക്കണ്ടേ? നമുക്കോ? നമുക്ക് എങ്ങോട്ടാണെന്നൊന്നുമില്ല, ഈ വഴിയെ പോയി നോക്കാം. ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാ പറഞ്ഞത്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ
കണ്ടോ മേലെ വെള്ളച്ചാട്ടം കണ്ടോ ചെല്ലാർകോവിലെ? ആ. ആ വെള്ളച്ചാട്ടത്തിന്റെ അടിവശത്ത് ചെല്ലാന്നാണ് പറഞ്ഞത്. ആ. നമുക്കൊന്ന് പോയി നോക്കാം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഫുഡും കഴിക്കാം. എന്നാ ആ. മഴയുണ്ട് കേട്ടോ. മഴ ചാറാൻ തുടങ്ങിയില്ല. മഴയാണെങ്കിൽ വണ്ടിക്കകത്തിരുന്നോണേ നടക്കുള്ളൂ. ഇത് കണ്ടോ, ഇത് തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് ഇത്. എല്ലാം മൊത്തം ഫുൾ കൃഷികളാ. കൃഷി സ്ഥലങ്ങളാ, വീടുകളൊന്നും ഇല്ല. അതാ പറഞ്ഞ ഗ്രാമമില്ല, പ്രദേശമുണ്ട്. കൃഷിസ്ഥലം മാത്രമേ ഉള്ളൂ. വീടുകളെല്ലാം അടുത്തടുത്തും ഒരു പട്ടണം പോലെ വീട്. കൃഷി സ്ഥലങ്ങളെല്ലാം വേറെ വേറെ. നല്ല അടിപൊളി പച്ച മുളക് തോട്ടം. അതെ, പച്ചമുളകെല്ലാം കായ്ച്ചേ. അതെ ചീനി കണ്ടോ, ചെറിയ തൈ ചേനി തൊട്ടേ കായ്ക്കാൻ തുടങ്ങും ഇവിടെ. അതെ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ചോട്ടിൽ കൂടെ എല്ലാം കണ്ടോ വെള്ളം ഇങ്ങനെ. അതെല്ലാം മിസ്റ്റ് ഇറിഗേഷൻ. ആവശ്യത്തിനുള്ള വെള്ളവും കൊടുക്കുവര്, ഭക്ഷണവും കൊടുക്കൂലേ. എല്ലാം കായ്ച്ചതോട്ടെ. ഇപ്പൊ നമ്മള് പോയി പോയി ഏതോ കാട്ടിനകത്തോട്ടാ അതെ. പോകുന്നത് കേട്ടോ. ഇതൊരു അന്തവും കുന്തവും ഇല്ലാത്ത പോക്കായി പോയല്ലോ. ഇതിലെ പോണെന്നാ അവിടുന്ന് നമ്മുടെ കടയിലെ അണ്ണൻ പറഞ്ഞത്. ഇതായിരുന്നോ അതിന് മുമ്പത്തെ വഴിയായിരുന്നോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതിലെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എല്ലായിടത്തും എല്ലാത്തോളം വീട്ടിലിരുന്നല്ലേ ഊണ് കഴിക്കുന്നേ. ഇന്ന് ഇന്ന് കാട്ടിയിരുന്ന് കഴിക്കാം. അത് കൊള്ളാം. അല്ല വണ്ടിയൊക്കെ പോകുന്ന വഴികളാ കേട്ടോ. വണ്ടി പോകുന്ന പക്ഷേ ഇതിലെ നമ്മളെ ഈ ഒരു സൈഡ് കനാല, ഈ വലത്തെ സൈഡ് കനാല. അണ്ണന്റെ കൂട്ടത്തിലേ പണ്ട് പോയില്ലേ മറ്റേ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ ആടെ അതാ നേരെ കാണുന്ന കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ? ആടെ മേളിൽ ചെല്ലാർകോവിൽ വെള്ളച്ചാട്ടമാണ് മേളിൽ കാണുന്നത്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവിടെ പോയപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇത് ഇങ്ങോട്ടാ ഒഴുകി പോന്നേന്ന്. അപ്പൊ കണ്ടോ ഈ താഴോട്ടാ ഇത് കറക്റ്റ് അങ്ങോട്ടാ ഇത് ചെല്ലുന്നത്. പോയി നോക്കാം, കാണാവുന്നത്ര കാണാം അല്ലേ. ഏതായാലും നമ്മളെ അവിടെ കടയിൽ കയറിയോണ്ട് പുള്ളിയാ പറഞ്ഞ ഈ വഴിയെ പോയാ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരം വരെ ചെല്ലാന്നല്ലേ. നമുക്ക് ഏതായാലും അവിടെ പോയത് കണ്ടിട്ട് വരാം എന്നാണേലും. കുറച്ചുകൂടെ വണ്ടി പോകും തോന്നേ. വണ്ടി അങ്ങോട്ട് അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തെ വരെ പോകുന്നതാണ്. അപ്പൊ കണ്ടോ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ ഏതാണ്ട് ഒരു അടിവശം വരെ ആയില്ലേ അല്ലേ? എങ്ങനെയുണ്ട്? നമ്മളാ മേളി നിൽക്കുന്ന ഭാവമൊക്കെ അവിടെ നിന്നാടമൊക്കെ കാണത്തില്ലേ? അതെ, ആ കെട്ടിടത്തിന്റെ മേൽവശം കാണാം. കാണാം കുഞ്ഞി? എങ്ങനെയുണ്ട് കുഞ്ഞി? ഇത് കൃഷിക്ക് കുളിക്കാൻ വേണമെങ്കിൽ കൃഷിക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാല. നോ സെറ്റിലാ പണിതിട്ടേക്കുന്നതുണ്ടോ? കണ്ടോ എങ്ങനെയുണ്ട് അമ്മേ? ഇതിന്റെ അടിയിൽ കൂടെ താഴെവശത്തൂടെ ഒരു തോട് പോലെ ഇതിന്ന് തന്നെ വെള്ളം പോകുന്നത്. അതുകൊണ്ട് ഇതുണ്ടോ ഇതിലെ താഴോട്ട് താഴോട്ട്. നല്ല രസമല്ലേ? ഇതിനകത്തുനിന്ന് തുറന്നു വിട്ടില്ല. അല്ല ഇത് തുറന്നു വിട്ടതല്ലേ, ഇതിന് അടിവശം പൊട്ടിയിട്ടേ ഇതിന് അടിവശത്ത് കണ്ടോ ഇവിടെ ഇളകി പോയിട്ട് ഇതിലെ വെള്ളം ഒഴുകി പോകുന്നതാണ്. പക്ഷെ അതിന്റെ അടിയിൽ കൂടെ തോടുണ്ട് കണ്ടോ താഴെ കൂടെ. ഇത് ഇവിടെ കിഴുത്ത വീണതാ. ആണോ? തോട് വേറെ ഉണ്ട് അടിയിൽ. നല്ല രസമല്ലേ കാണാൻ അല്ലേ? നല്ല രസമാണ്. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടിവശമൊക്കെ കണ്ടു. ഇവര് നടന്നേ, അവരൊക്കെ നടന്നതിലെ അങ്ങ് വരെ പോകുന്നുണ്ട്. അവര് പോകുന്നുണ്ട്. നമുക്ക് അങ്ങ് പകുതി ചെല്ലുമ്പോ തല കാണും. നമ്മളിവിടെ ഒന്ന് കണ്ടാ മതി കേട്ടോ. അതെ അതെ. തമിഴ്നാട് അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടോ പയറുതോട്ടം കണ്ടോ? എന്തേലും ഏക്കർ സ്ഥലത്താണെന്ന് നോക്കിയാൽ പയറുതോട്ടം എല്ലായിടത്തും. പക്ഷെ ഇപ്പൊ ഇതിന്റെ സീസൺ ആണെന്ന് തോന്നുന്നേ. എല്ലാ തോട്ടത്തിലും ഈ സൈസ് പയറിന്റെ പൂ കാണിക്കുന്നത് കാണുന്നത്. മൊത്തം പയറാ കംപ്ലീറ്റ്. അതെ, അതിന്റെ ഇടയ്ക്കൂടെ തെങ്ങൻ തൈയാന്ന് തോന്നുന്നു നിൽക്കുന്നല്ലേ. തെങ്ങൻ തൈയുണ്ട്. ഇത് പയറെല്ലാം തെങ്ങ് വളർന്നു വരുമ്പോഴത്തേക്കിനും പിന്നെ പയറൊക്കെ മാറി തെങ്ങിലോട്ടാവും. പിന്നെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള കൃഷിയായത്. ഇതിനകത്തെ വേറൊരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേളിൽ കണ്ടോ ആൾക്കാർ ഷെഡെല്ലാം വെച്ചിട്ടേ കാവല് കണ്ടോ അവിടെ ഷെഡൊക്കെ വെച്ചിട്ട് കാവലുണ്ട് ഇതിനകത്ത്. അത് ഏക്കർ കണക്കിനല്ല കൃഷി കിടക്കുന്നത്. അപ്പം ഇതിനകത്ത് മുമ്പേ മയില് കാറുന്ന ഒച്ച കേട്ടായിരുന്നു, മയില്. അപ്പം അവരുടെ മയിലുണ്ടെങ്കിൽ ഇതെല്ലാം നശിപ്പിക്കും. അപ്പോൾ അതിന് ഓരോ സ്ഥലത്തും ഷെഡൊക്കെ വെച്ച് എല്ലാ സ്ഥലത്തും കാവൽക്കാരുണ്ട്.
അതായിരിക്കും പട്ടിയെ വളർത്തുന്നത്. എത്ര പട്ടിയാ? ആ ഇഷ്ടം പോലെ ഉണ്ട്. പെട്ടെന്ന് ചോറെല്ലാം എടുത്തോണ്ട് വാ. എൻ്റെ ഇലച്ചോറ് ഇലപ്പൊതി കഴിക്കണ്ടേ? വാ. ഇത് കുഞ്ഞിയുടെ. അതെ ആണ്ടെ വാങ്ങിച്ചോ. ആ കയ്യെ കഴിയോ? കുഞ്ഞിക്കാണ് നല്ലപോലെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് പൊതിച്ചോറ് ആ അവിടെ വെച്ച് കഴിച്ചോ. ഇത് കഴിച്ചോ. മണം വരുന്നുണ്ട്. ആണോ? പൊതിച്ചോറിൻ്റെ അല്ലേ? വന്നു. ഉപ്പിലിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോ. ഉപ്പിലിട്ടതും വേണം. ആ വെളുത്തുള്ളി ഉപ്പിലിട്ട്. ആ വെളുത്തുള്ളി ഇട്ട് എടുക്കണേ. എല്ലാം റെഡിയായോ? കഴിച്ചേക്കാം. കഴിച്ചേക്കാം. ഉപ്പിലിട്ട വെളുത്തുള്ളി ഇപ്പൊ വാങ്ങിച്ചേ. ആണോ? എങ്ങനെയുണ്ട്? കഴിച്ചു വയ്ക്കേ. അടിപൊളി സാധനമല്ലേ? സ്കൂളില്ലാത്തോണ്ടേ ഓരോന്ന് ഞാൻ കൈ കൊണ്ട് കേൾക്കുക. അതൊന്നും കുഴപ്പമില്ല. വെറുതെ അല്ലേ അച്ഛൻ ഇവിടുന്ന് സാമ്പിള് വന്നപ്പോഴേ എടുത്തോളാൻ പറഞ്ഞേ. ആ സാമ്പിള് കഴിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ അങ്ങ് ഇഷ്ടപ്പെട്ട നല്ല സെറ്റ് സാധനമായിരുന്നു കേട്ടോ. കൊള്ളാം. കോപ്പിക്ക് ഒരെണ്ണം കൊടുത്തു നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. ആ ഒരെണ്ണം മതി. അവൻ ഒരെണ്ണം കൊടുത്താൽ മതി. പിന്നെ ഉപ്പിലിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആ അതെ അതിനെ വെള്ളം ഒഴിക്കാനായിട്ടാന്നേ. ആ മതി 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 മതി. സൂപ്പർ സാധനം. എങ്ങനെയുണ്ട്? ചോറ് വിശന്നിരിക്കുമ്പോ സെറ്റാ അല്ലേ? അടിപൊളി. ചമ്മന്തി അപ്പൊ ഇന്നത്തെ ഔട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴേ ചോറെടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. കുഞ്ഞി അന്ന് വിശന്ന് കുഞ്ഞിയുടെ ഇടപാടെത്തി. അന്ന് തീരുമാനിച്ച ഇനി പോയ ചോറും കൊണ്ടേ പോകണം. ആണോ? എങ്ങനെയുണ്ട് കുഞ്ഞി? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ചേട്ടാച്ചനോടാ? കൊള്ളാം അല്ലേ? അടിപൊളി സാധനം. ആ ഇങ്ങനെയാണോ ഇനിയും വരാം അല്ലേ? എന്നാ അമ്മേനെ വെളുത്തുള്ളി എന്ന് അങ്ങോട്ട്. നല്ല ഉപ്പ് ആണോ? ഞാൻ അവിടെ ഇരിക്കാം. അമ്മച്ചി അധികം കഴിക്കണ്ട. ഉപ്പ് കൂടുതലാണെങ്കിൽ പ്രഷർ കൂടും. ഞാൻ അവിടെ ഇരിക്കാതെ ഇവിടെ വെച്ചോ. അത് കുഴപ്പമില്ല. അവിടെ വെച്ച് കഴിച്ചു. ഇത് ഇങ്ങോട്ട് വെച്ചു. അല്ല ഞാൻ അവിടെ ഇരുന്നു. ഇഷ്ടം പോലെ ഇടയല്ലേ ബോണ്ടേ കിടക്കുന്നത്. ആ സൈഡിലോട്ട് വെച്ചു. ഇവിടെ വെച്ചങ്ങ് കഴിച്ചു. വേറെ ചോറെടുത്തിട്ടുണ്ടോ? ആ അതെ വേറെ ചോറ് വേണോടാ ഇനി? അല്ല ഉണ്ടോന്ന് എടുത്തിട്ടുണ്ടോ? ഇത് തൽക്കാലം ഇതേ ഉള്ളൂ. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം കേട്ടോ. ഇളക്ക് ഒരു കുട്ടിക്ക് അടിക്കുള്ളൂ. നനഞ്ഞിട്ട് കൊള്ളാം. നല്ല മഴയാ. ആണോ? കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊക്കെ മഴയൊക്കെ നനയണം. വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ട് മഴയത്ത് കുളിക്കാം. ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടണം. ഇല്ലല്ലോ പനി വരുന്നേ. മഴ നനഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞി എന്ത് മഴ നനയണോന്ന് വെച്ചോ അന്ന് ചെല്ലുമ്പോ മഴ കാണാനില്ല. എന്ന് ഞാൻ നനയാൻ നോക്കും അന്ന് മഴ പെയ്യത്തില്ല. ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ സെറ്റ് ആയിരുന്നു. ഉച്ചക്കത്തെ ഊണും എല്ലാം സെറ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? തമിഴ്നാട്ടിൽ നമ്മൾ ഇതുവരെ കാണാത്ത കുറെ കാഴ്ചകളോടെ കണ്ടില്ലേ? ആ ഉപ്പിലിട്ട കടയല്ലേ? ആ കട കാണാത്തല്ല ഉപ്പിലിട്ടേക്കുന്നത്. എന്തേറെ സാധനങ്ങളാ. അത് തന്നെയല്ല ഇന്ന് ഇവിടെ വന്ന് നിന്നുകൊണ്ട് നമ്മള് അവിടെ പോയി വെള്ളച്ചാട്ടത്തിന്റെ അടിവശം അതിന്റെ വ്യൂവിലാണ് കഴിക്കുന്നേ. അതിന്റെ സൗന്ദര്യം കാണണം. നല്ല രസം ഇവിടെ കാണാനല്ലേ? ആ മലകളെല്ലാം കൂടെ മലകളാൽ ചുറ്റപ്പെട്ടല്ലേ കിടക്കുന്നത്. അതെ. പോപ്പിക്ക് ഇഷ്ടപ്പെട്ടോ? പോപ്പി അടിപൊളിയല്ലേ? മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. മന്തി ഇല്ല, സമ്മന്തി ഉണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.